മിക്കവാറും എല്ലാ സഭകളിലും കർത്താവിൻ്റെ മേശയിൽ ആളുകൾ പങ്കെടുക്കുന്നത് അങ്ങനെ ചെയ്താൽ ചില അനുഗ്രഹം അവർക്ക് കിട്ടുമെന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് റോമൻ കത്തോലിക്കരായ ആളുകൾ ഇത് യേശുവിൻ്റെ ശരീരവും രക്തമാണെന്ന് ചിന്തിച്ച് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, നാം ഇതെന്താണെന്ന് മനസ്സിലാക്കി വേണം ഇതിൽ പങ്കെടുക്കാൻ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 11:28 പറയുന്നത്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യാൻ. ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിലല്ല നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുന്നതിലാണ് അനുഗ്രഹമുള്ളത്. എന്നാൽ നിങ്ങൾ നിങ്ങളെ ശോധന ചെയ്യുന്നില്ലെങ്കിൽ 29-ാം വാക്യം ഒരു മുന്നറിയിപ്പാണ്. ഈ തിന്നുകയും കുടിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ശിക്ഷാവധി വരുത്തുകയാണ്. വളരെ ഗൗരവമായിട്ടുള്ളൊരു വാക്യം. ഇവിടെ അർത്ഥമാക്കുന്നത് ഇതിൽ തന്നെ അനുഗ്രഹമോ ശാപമോ ഉണ്ടെന്നുള്ള കാര്യമല്ല. 2 കാര്യമാണ്. ഇതിൽ അനുഗ്രഹമോ മറ്റൊന്നും ഇല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയില്ലെന്നേ ഉള്ളൂ, നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു, ഇതിലൂടെ നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യായവിധി ഉണ്ടാകുന്നു. ഇതിൽ നിങ്ങൾ പങ്കാളിയാകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിധിക്കുന്നില്ലെങ്കിൽ എങ്കിൽ 30-ാം വാക്യം പറയുന്നത് ഇതാണ് ആ ന്യായവിധി: നിങ്ങൾ ബലഹീനരാകും, അല്ലെങ്കിൽ നിങ്ങൾ രോഗിയാകും, അല്ലെങ്കിൽ നീ മരിക്കും. ബലഹീനത, രോഗം, മരണം. ഇത് ഞാൻ പറഞ്ഞല്ല. 30-ാം വാക്യം. ഇത് കർത്താവിൻ്റെ മേശയെ ലഘുവായിട്ട് എടുക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ന്യായവിധിയാണ്. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് എടുക്കരുത്. ഒന്നാമത്, നിങ്ങൾക്കറിയാമല്ലോ, ക്രൂശിന് 2 കൈകളുണ്ട്. ലംബമായിട്ടുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ്. തിരശ്ചീനമായിട്ടുള്ളത് തമ്മിലുള്ള ബന്ധമാണ്. ഈ 2 കാര്യത്തിലും നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഇത് കർത്താവിൻ്റെ മരണത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നാം ആദ്യമായി ശോധന ചെയ്യേണ്ടത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പറ്റിയാണ്. നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ മനസാക്ഷി ഇന്ന് ശുദ്ധമാണോ? നീ മനസ്സിലാക്കുന്നിടത്തോളം. പാപത്തിന്മേൽ നിനക്ക് ജയമുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പാപത്തിന്മേൽ ജയമില്ലെങ്കിലും ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാം, നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമാണെങ്കിൽ. അതിൻ്റെ അർത്ഥം ഇതാണ്: പാപമെന്ന് നീ അറിയുന്ന എല്ലാ കാര്യവും നീ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? നിന്നാൽ മുറിപ്പെട്ട എല്ലാവരോടും നീ ക്ഷമ ചോദിച്ചോ? അതുപോലെ നീ ചെയ്തു പോയ തെറ്റുകളെ നീ പരിഹരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ കാര്യം പരിഹരിക്കാൻ ഒരു ആഗ്രഹം നിനക്കുണ്ടോ? ചിലപ്പോൾ അതിനായിട്ട് സമയമെടുത്തെന്ന് വരാം. അതാണ് ആ ലംബമായിട്ടുള്ള ബന്ധം. ദൈവം നമ്മുടെ മനസാക്ഷിയോട് സംസാരിക്കുന്നു. നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കരുത്. അത് അപകടകരമാണ്. എല്ലാവർക്കും പങ്കെടുക്കാനല്ല നമ്മൾ ഈ അപ്പവും വീഞ്ഞും വിതരണം ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഇവിടെ പറയുന്നു, 28-ാം വാക്യത്തിൽ മനുഷ്യൻ തന്നെ ശോധന ചെയ്യണം. ഞാനല്ല നിങ്ങളെ ശോധന, നിങ്ങളുടെ മനസാക്ഷി എന്താണെന്ന് എനിക്കറിയില്ല. ഈ ലോകത്തിലെ ഏറ്റവും ദൈവഭക്തനായ മൂപ്പനും നിങ്ങളെ ശോധന ചെയ്യാൻ കഴിയില്ല. കാരണം അത് നിന്റെ മനസാക്ഷി പറയേണ്ടതാണ്. എന്നാൽ 27-ാം വാക്യത്തിൽ പറയുന്നു, അയോഗ്യമായി ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ യേശുവിനെ കൊല്ലുന്നത് പോലൊരു കുറ്റമാണത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും അതുപോലെ ചിലർ മരിക്കുകയും ചെയ്യുന്നത്.
ആ 1-ാം നൂറ്റാണ്ടിൽ പോലും ചിലർ ഇത് ഗൗരവമില്ലാതെ എടുക്കുകയും ചിലർ രോഗികളാകുകയും ചിലർ മരിക്കുകയും ചെയ്തു. എന്നാൽ 31-ാം വാക്യത്തിൽ നാം നമ്മെ തന്നെ ശരിയായി വിധിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ വിധിക്കില്ല. എത്ര മനോഹരമായൊരു വാക്യം! നിന്റെ മനസാക്ഷിക്കനുസരിച്ച് നീ നിന്നെ വിധിക്കാനാണ് ദൈവം പറയുന്നത്. അതാണ് ആ ലംബമായിട്ടുള്ള ഭാഗം. നിനക്ക് മാത്രമേ അറിയൂ നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് നിരപ്രഭാവിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. ഇപ്പം മാത്രമാണ് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് വെളിച്ചം കിട്ടിയെങ്കിൽ കർത്താവിനോട് പറയുക, എനിക്ക് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ ഞാനതിൽ നിരപ്രഭാവിക്കും. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അതേപ്പറ്റി അറിയില്ലായിരിക്കും. ശരി, കർത്താവിനോട് പറയുക, എനിക്ക് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ ഞാനത് പരിഹരിക്കും. ആ സക്കായി പറഞ്ഞു, ഞാൻ അന്യായമായിട്ട് സമ്പാദിച്ചൊക്കെ തിരിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നാം ഇത് വളരെ ഗൗരവമായിട്ട് പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ ആരുടേതെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്താൽ അതിന് ക്ഷമ ചോദിക്കണമെന്ന്. വഞ്ചിച്ചെടുത്ത പണം തിരിച്ചു കൊടുക്കണമെന്ന്, ആ കാര്യത്തിൽ നിരപ്രഭാവിക്കണമെന്ന്. അടുത്തത് തിരശ്ചീനമായ ഭാഗമാണ്. അതും ക്രൂശിൻ്റെ ഭാഗമാണ്. അതില്ലെങ്കിൽ അത് വെറും ഒരു തൂണ് മാത്രമാണ്, ഒരു ക്രൂശല്ല. അതുകൊണ്ട് ഈ 2-ാം ഭാഗം നമ്മൾ തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പരിഹരിക്കേണ്ടത് അത് 1 കൊരിന്ത്യർ 10 ഇപ്രകാരം നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, അവസാന ഭാഗം. നമ്മൾ ഈ അപ്പം നുറുക്കുമ്പം നമുക്കറിയാമല്ലോ, യേശു അപ്പം നുറുക്കിയപ്പം 12 പേരായിരുന്നു മേശയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരപ്പം എടുത്തവൻ നുറുക്കി. എന്നാൽ ഇന്ന് ധാരാളം പേരുള്ളതുകൊണ്ട് അത്രയും വലിയൊരു അപ്പം നമുക്ക് കിട്ടത്തില്ല. സാദൃശ്യമായിട്ട് പറഞ്ഞാൽ ഒരപ്പം തന്നെയാണ്. നിങ്ങളെ പല അപ്പം നുറുക്കിയാലും, കാരണം അനേകർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതൊരപ്പം തന്നെയാണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ അർത്ഥം നാം എല്ലാവരും ഒരു ശരീരമാണ്. അതാണ് ഇവിടെ പറയുന്നത്. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അത് ഇവിടെ ഇരിക്കുന്ന ആളുകളാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. കാരണം നാം എല്ലാവരും പങ്കാളികളാകുന്നത് ആ ഒരു അപ്പത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾക്ക് കൂട്ടായ്മയില്ലെങ്കിൽ, ഒരാളോട് നിങ്ങൾക്കൊരു കയ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളോട് ഒരു വിരോധമുണ്ട്, അതിൽ നിങ്ങൾ നിരപ്പ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുറി വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോവുക. അത് പരിഹരിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരിക. കർത്താവിൻ്റെ ഈ മേശയിൽ പങ്കെടുക്കുന്നത് അപകടകരമാണ്, പ്രത്യേകിച്ച് ഈ സഭയിൽ. ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. ഇത് നിങ്ങൾ ഗൗരവമായിട്ടെടുക്കുക. നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ചോദ്യം ഇതാണ്, ഒരപ്പത്തിൻ്റെ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം എന്താണ്? അത് ചേർന്നൊരപ്പമായിരുന്നു. ഈ പ്രാദേശിക സഭയോടുള്ള ഒരു പ്രതിബദ്ധതയാണത്. ഒരു സന്ദർശകനായിട്ട് ഒരാൾ ഇവിടെ വന്നാൽ ഈ സന്ദേശങ്ങളൊക്കെ കേട്ടിട്ട് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്തവൻ പോയാൽ അതിലൊരു പ്രതിബദ്ധതയില്ല. അതിതുപോലാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ആൾ, നിങ്ങളുടെ ഒരു മകൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ, അവൻ വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. ആ കുടുംബത്തിൽ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഒരു തരത്തിലും അവൻ എടുക്കുന്നില്ല. തനിക്കെന്ത് കിട്ടുമെന്ന് മാത്രമേ അവൻ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ ഒരു കുടുംബാംഗം, അപ്പനോ അമ്മയോ മക്കളോ ആര് തന്നെയാകട്ടെ, ആ വീടിൻ്റെ ഒരു ഉത്തരവാദിത്വവും അവൻ എടുക്കുന്നില്ല. അവർ വന്ന് ഭക്ഷിച്ചിട്ട് പോകുന്നു. അവരാ കുടുംബത്തിൻ്റെ ഭാഗമാണെന്നൊരു ചിന്ത അവർക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വീട്ടിൽ ചെയ്യണമെന്ന്? അവരുടെ മുറിയെങ്കിലും അവർ വൃത്തിയാക്കണമെന്ന്? ഭാര്യയും ഭർത്താവും, അവിടെ ഭർത്താവ് പുറത്ത് ജോലിക്ക് പോയി പണം സമ്പാദിക്കണമെന്ന്? ആ കുടുംബത്തെ സഹായിക്കാൻ ഭാര്യ കഠിനമായി ജോലി ചെയ്യുന്നു. ആ വീട്ടുകാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ ഭക്ഷണം പാകം ചെയ്യുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. എന്നാൽ ചിലർ സന്ദർശകനെ പോലെ വന്നു പോയാൽ
ഒന്നും ചെയ്യുന്നില്ല. എങ്കിലവർ കുടുംബാംഗമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ അംഗമാണോ അതോ ഒരു സന്ദർശകനാണോ? നമ്മൾ ഈ അപ്പം നുറുക്കുമ്പം നമ്മൾ പറയുന്നത് നമ്മൾ ഒരു കുടുംബമാണെന്നാണ്. ഒരുപക്ഷെ ഒത്തിരി കാര്യമൊന്നും ചെയ്യുന്നില്ലായിരിക്കും, എന്നാൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൂപ്പന്മാരോട് ചോദിക്കുക. പറയുക, ഞാൻ ഈ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു, വെറുതെ വന്ന് ഭക്ഷണം കഴിച്ചു പോകാനല്ല. എനിക്ക് കഴിയുന്ന ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പണമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട. ഈ ഭൂമിയിലെ സകല പണവും ദൈവത്തിൻ്റെതാണ്. നമ്മളെ മറ്റ് പല സഭകളും ചെയ്യുന്ന പോലെ പണം തരാനായിട്ട് ചോദിക്കാറില്ല. പണത്തെക്കാളും പ്രയാസമുള്ളത് സഭയോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത. ഈ ദൈവ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ പുറത്തു പോയി കുറ്റം കണ്ടെത്തി വിമർശിക്കുകയല്ല. ശരി, കുടുംബത്തിൽ നിങ്ങളൊരു പ്രശ്നം കണ്ടു കാണും. ഉദാഹരണത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുടുംബത്തിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നു. എവിടെ ആയിരിക്കും അവരത് പറയുന്നത്? നിൻ്റെ കുടുംബം പൂർണ്ണതയുള്ളതല്ലായിരിക്കും. ചില കുഴപ്പങ്ങൾ അവിടെ കാണും, ശരിയാണ്, ഒരു കുടുംബവും പൂർണ്ണതയുള്ളതല്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം കണ്ടെത്തിയാൽ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പറയുക. പോയി അടുത്ത വീട്ടിലെ അടുത്ത ആളോടല്ല പറയേണ്ടത്. അതുകൊണ്ട് ഈ വീട്ടിൽ നിങ്ങളൊരു പ്രശ്നം കണ്ടെത്തിയാൽ ഇവിടെ മൂപ്പന്മാരുണ്ട്, അവരുടെ അടുക്കൽ പോയി പറയുക. മറ്റൊരു സഭയിൽ പോയി അവിടുത്തെ ആളുകളോടല്ല അത് പറയേണ്ടത്. അത് ഗുരുതരമായൊരു പാപമാണ്. അത് കാണിക്കുന്നത് നീ കുടുംബത്തിൻ്റെ ഭാഗമല്ലെന്നാണ്. നീ പോയി കുറ്റം പറയുന്ന ആ കുടുംബത്തിൻ്റെ ഭാഗമാണ് നീ. എങ്കിൽ ഇവിടെ നിങ്ങൾ അപ്പം നുറുക്കരുത്. കാരണം ഈ അപ്പം നുറുക്കൽ ഒരു കൂട്ടായ്മയും അതുപോലെ ഒരു പ്രതിബദ്ധതയുമാണ്. ഈ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. മറ്റ് സഭകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ പണം വേണ്ട, നിങ്ങളുടെ പക്കൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ ഈ അപ്പം നുറുക്കുന്ന എല്ലാവരും അവർ ഈ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കണം. ഈ സഭയോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ അവർ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ പണം സമ്പാദിക്കാൻ അവരോട് പറയുന്നില്ല. ആ 15 വയസ്സുകാരൻ എന്ത് കഴിയും? നമ്മൾ ആ കുഞ്ഞിനോട് പറയും, നിൻ്റെ പണമൊന്നും വേണ്ട, നീ ഒന്നും സമ്പാദിച്ചില്ല, ഒരു കുഴപ്പമില്ല, എന്നാൽ ഈ കുടുംബത്തോട് നിനക്ക് പ്രതിബദ്ധത ഉണ്ടാകണം. നിനക്കെന്ത് കഴിയുമോ അത് ചെയ്യുക. നീ എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ കിടക്ക നിനക്ക് വിരിച്ചിടാമല്ലോ. നിലത്ത് എന്തെങ്കിലും കിടക്കുന്ന കണ്ട നിനക്കത് എടുത്ത് കളയാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ലേ? അതുകൊണ്ട് സഭയിൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയരുത്. അപ്പം നുറുക്കാൻ മാത്രമേ അറിയൂ. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് അടിസ്ഥാനപരമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതിനർത്ഥം അവർ സ്വയകേന്ദ്രീകൃതവും സ്വന്തം കാര്യം നോക്കുന്നവരുമാണ്. ഈ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല. അതവർക്കൊരാചാരമാണ്. ഇവിടെയുള്ള എല്ലാവരും ഇപ്രകാരം പറയുന്നവരായിരിക്കണം, ഞാൻ ഈ സഭയോട് പ്രതിബദ്ധതയുള്ളവനാണ്, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ മൂപ്പന്മാരുണ്ട്, 4 മൂപ്പന്മാരുണ്ട് ഇവിടെ. ഒരാടെ എടുക്ക ചെന്ന് ചോദിക്കുക, ഈ സഭയിൽ എനിക്ക് എങ്ങനെ ശുശ്രൂഷിക്കാൻ കഴിയും? ഈ കാലങ്ങളിലൊക്കെ ഞാനൊരു സന്ദർശകൻ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കി, അപ്പം നുറുക്കുക എന്ന് പറഞ്ഞൊരു പ്രതിബദ്ധതയാണ്. ഞാനത് ഏറ്റെടുക്കുന്നു. എനിക്ക് കഴിയുന്നത് ഒരുപക്ഷെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതാവാം. ഞാൻ തന്നെ ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ മറ്റൊരാളോട് പറയുകയില്ല. ഈ സഭയുടെ പഴയ കെട്ടിടത്തിൽ ഞാൻ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ചെയ്യാൻ എനിക്ക് പടിയില്ല. കർത്താവിൻ്റെ ഭവനത്തിൽ എന്ത് ചെയ്താലും അത് വൃത്തിഹീനമോ എന്നെ ചെറുതാക്കുന്നതോ അല്ല. കർത്താവിൻ്റെ സഭയെ ശുശ്രൂഷിക്കുന്നതിന് മനസ്സുള്ളവനായിരിക്കുക, അത് നിനക്ക് നന്നായിരിക്കും. അതുകൊണ്ട് അപ്പം നുറുക്കുന്ന ഈ സമയത്ത് നിങ്ങളിത് മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾ പറയുകയാണ്, യേശു എനിക്കായിട്ട് മരിച്ചു, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരപ്പം നുറുക്കുന്നത്. ഈ കാര്യങ്ങളെ മറ്റ് സഭകളിൽ പഠിപ്പിക്കുന്നതല്ല. ഇതുപോലെ മറ്റ് സഭകളിൽ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നാം ദൈവവചനത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ തല വണക്കാം. നമുക്ക് അല്പസമയം നമ്മളിപ്പോൾ കേട്ടതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ കുറ്റപ്പാടിലേക്ക് പോകരുത്. ആളുകളെ കുറ്റപ്പെടുത്താനല്ല നാം ഒന്നും പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും ലക്ഷ്യം ആളുകളെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരികയാണ്, അവരിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്.
അതുകൊണ്ട് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങളിപ്പോൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ കർത്താവിനോട് ചോദിക്കുക, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യങ്ങളിൽ മെച്ചപ്പെടാൻ കഴിയും, എങ്ങനെ ഈ സഭയോടും കർത്താവിനോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കാം. ഈ രണ്ട് ദിശകളിൽ പ്രകടമായിട്ടൊരു വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും. ഇന്നു മുതൽ കർത്താവിനോടും ഈ സഭയോടുമുള്ള ബന്ധത്തിൽ ഒരു കുടുംബമായിട്ട് തന്നെ എടുക്കുക. ഇന്ന് നിങ്ങൾ അപ്പം നുറുക്കുമ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യമാണ് പറയുന്നത്, ഞാൻ ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അർത്ഥമാക്കി പറയുക, ഈ കുടുംബത്തോട് ഞാൻ പ്രതിബദ്ധതയുള്ളവനായിരിക്കും. അതുപോലെ ഈ കുടുംബം പണിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളും ചെയ്യുക. സ്വർഗീയ പിതാവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആരും കുറ്റബോധത്തിലേക്ക് പോകാനിടയാക്കരുത്. എന്താണ് അപ്പം നുറുക്കുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണേ. പരസ്പരമുള്ള കൂട്ടായ്മയിൽ വളരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ അവർക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്നത് മനസ്സിലാക്കാൻ സഹായിക്കണേ. പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.